ഡേ 3 സോൺമാർഗ് ശ്രീനഗറിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 70 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ബ്ലോക്കിലൊക്കെ പെട്ടാൽ ഒരുപാട് ലേറ്റായി പോകും ഡേ ട്രിപ്പ് ആണെങ്കിൽ. എന്തായാലും പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയാണ്. പെഹൽഗമിലേക്ക് പോകുന്ന പോലെയല്ല, ഇത് കുറച്ചുകൂടെ വില്ലേജസിലൂടെയൊക്കെ പോകുന്ന പോലത്തെ ഒരു വഴിയാണ്. ബട്ട് നല്ല ഭംഗിയാണ്, ഒരുപാട് മൗണ്ടെയിൻ വ്യൂവും ഒക്കെ ആയിട്ട് പറയാൻ പറ്റില്ല. ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് ഐ വാസ് വെരി എക്സൈറ്റഡ്. ആൻഡ് ഇത് ടണലാണ്, നമുക്ക് വേറൊരു സ്ഥലത്ത് ടണലിലൂടെ വരാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിയാണ് വന്നത്. ഞാൻ പോയ ടൈമിൽ ഓപ്പൺ അല്ലായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുമ്പ് എമർജൻസി കാര്യങ്ങൾക്ക് മാത്രമായിരുന്നു ഓപ്പൺ. ആൻഡ് അവിടെ ചെന്നു നമ്മൾ പോകുന്നത് സ്നോ മോട്ടോർ ബൈക്ക് അതിലാണ് പോയത്. കാരണം എന്തായാലും ട്രൈ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബാർഗെയിനിങ് പവർ വേണം കേട്ടോ, എന്നാൽ ഇതൊക്കെ നടക്കുള്ളൂ. അവരാദ്യം ഒരാൾക്ക് പറഞ്ഞത് 4000 ആയിരുന്നു, പിന്നെ നമുക്ക് ഓടിക്കണമെങ്കിൽ 1000 റുപ്പീസ് എക്സ്ട്രാ എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞ് നമ്മളെല്ലാം കൂടെ ഒരു 1000-ൽ എത്തിച്ചു. ഇനി അതും കൂടുതലാണോ എന്നുള്ളതറിയില്ല, ബട്ട് ഓക്കെ, ഇറ്റ്സ് വർത്ത്. ഫണ്ണായിരുന്നു, ഒരുപാട് ഡിസ്റ്റൻസ് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു പോയിന്റിലെത്തി. അവിടെ നമുക്ക് മാഗി കഴിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് പോകാൻ നമ്മൾ ഇതിലാണ് പോവാം. ഇതിനെന്താ പറയുക, അത് പേരും മറന്നുപോയി. ബട്ട് ഇതും ഫണ്ണായിരുന്നു. അവർ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോകും. കുറച്ച് കഷ്ടപ്പാടാണ് അവർക്ക്, പക്ഷെ നമുക്ക് ഓക്കെ, അവർ ആക്ടിവിറ്റി ചെയ്യാം എന്നുള്ള രീതിക്കും അവർക്കത് ഏൺ ചെയ്യാനുള്ളൊരു വഴി ആയതുകൊണ്ട് ഓക്കെ, ഇറ്റ് വാസ് ഫൺ. നമ്മളിങ്ങനെ തള്ളി മുകളിലേക്ക് കൊണ്ടുപോകും, പിന്നെ താഴേക്ക് അതിൽ തന്നെ വരും. അങ്ങനെയായിരുന്നു. നമ്മൾ മുകളിലൊരു പോയിന്റിലെത്തി അപ്പോഴേക്കും ഓൾമോസ്റ്റ് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടൊരു മാഗി കഴിച്ചു. ആൻഡ് സോൺമാർഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗേറ്റിനകത്തേക്ക് കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ. ഫുള്ളിങ്ങനെ സ്നോ ഫുൾ കവേർഡായിട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ ഫുൾ കൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ കുറച്ച് സണ്ണുള്ളതുകൊണ്ട് തണുപ്പും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതൊരു ഹോളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് പിന്നെ ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ. ആൻഡ് കുറേ സ്നോയിലിങ്ങനെ അർമ്മതിക്കായിരുന്നു എന്ന് പറയാം. അത്രയും നമ്മൾ സ്നോയിൽ വന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, സ്നോ എടുത്തെറിയുന്നു, ഫുള്ളായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു. ശരിക്കും സോൺമാർഗിൽ വ്യൂ ഭയങ്കര രസമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ്. ഫുള്ളിങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുകയല്ലാതെ നമുക്കിങ്ങനെ മൗണ്ടൻ വ്യൂ ശരിക്കും കിട്ടും. അത് കറക്റ്റ് ഒരു സ്പോട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ശരിക്കും ഈ സോൺമാർഗ് ക്ലബിനകത്തേക്ക് കയറിയാലാണ് കറക്റ്റ് ഈ ഒരു വ്യൂ കിട്ടുക. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫോട്ടോസ്. എൻ്റെ സാറേ, ഓള തട്ടിട്ട് കഴിഞ്ഞ് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണൂല എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ആ സ്നോ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും ഓർമ്മയില്ല, ബാക്കിയെല്ലാം മറക്കും. അതിപ്പോൾ എത്ര തവണ സ്നോ കണ്ടാലും എത്ര തന്നെ സ്നോയിൽ കളിച്ചാലും വീണ്ടും ഒരു മൊമെൻറ്റും അതിലിങ്ങനെ നമുക്കെന്താ പറയുക, ഫുൾ മറ്റേ കുഞ്ഞു പിള്ളേരെ പോലെ ആകുമ്പോൾ ഞാനെന്നല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അത്രയും എൻജോയ് ചെയ്യാം. നല്ല ഡീപ്പായിട്ട് സ്നോ ഉണ്ടായിരുന്നു. പ്രീവിയസ് ഡേ വരെ സ്നോഫാൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കുറേ നടന്നു. നമ്മൾ വേറൊരു ഏരിയയിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഫുൾ ഫ്രീ ആയിട്ടൊരു ഏരിയ കിട്ടിയ പോലെയായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ്.
നമ്മൾ നടന്ന് വന്നപ്പോഴാണ് ഒരു സ്റ്റേപ്പ് ഇങ്ങനെ ഇറങ്ങി വരണമായിരുന്നു. അപ്പോൾ ഇറങ്ങാനൊരു പേടി തോന്നിയപ്പോൾ നമ്മളങ്ങോട്ട് ഇങ്ങനെ സ്ലൈഡായിട്ട് വന്നു. വീഡിയോയിൽ കണ്ടാൽ അറിയില്ലെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ടായിരുന്നു. ബട്ട് ഫണ്ണാണ് ശരിക്കും. നമ്മൾ അവിടുന്ന് തിരിച്ച് ക്യാബിലേക്ക്, അതായത് ക്യാബ് നിർത്തിയ സ്ഥലത്തേക്ക് ഒരു 2.5 കിലോമീറ്റേഴ്സ് ഉണ്ടാവും തോന്നുന്നു. അവിടേക്ക് പോയത് ഈ സ്നോ ബൈക്കിൽ തന്നെയായിരുന്നു. ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. ചേട്ടനിങ്ങനെ പറപ്പിക്കായിരുന്നു വണ്ടി. പോകുന്നതിന് മുമ്പ് ആ തണുപ്പിൽ നല്ലൊരു ചൂട് മസാല കോണോടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കഴിക്കുമ്പോൾ അതൊരു സുഖമാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് നല്ലൊരു അടിപൊളി ദിവസത്തിന് ശേഷം തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഒരു സൺഗ്ലാസ് എവിടെയോ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഫണ്ണിൻ്റെ ഇടയ്ക്ക് എവിടെയോ പോയി. അതിൻ്റെ ഇച്ചിരി വിഷമം ഉണ്ടായി. എന്നാലും നല്ല കുറേ ഓർമ്മകളുമായിട്ട് തിരിച്ചു പോവുക.